വിസ്കോൺസിനിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ 17-കാരനായ നികിത കാസപ്പ് ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനും അമേരിക്കൻ സർക്കാരിനെ അട്ടിമറിക്കാനും കാസപ്പ് ഗൂഢാലോചന നടത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച ചില രേഖകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാസപ്പ് US പ്രസിഡന്റിനെ വധിക്കാനും നിലവിലുള്ള ഭരണം ഇല്ലാതാക്കാനും പദ്ധതിയിട്ടതായി രേഖപ്പെടുത്തിയ സത്യവാങ്മൂലം മാധ്യമ സ്ഥാപനമായ WISN ആണ് ലഭിച്ചത്. പോലീസ് അന്വേഷണത്തിനിടയിൽ കണ്ടെത്തിയ കയ്യെഴുത്ത് രേഖകളിലും ടെക്സ്റ്റ് മെസ്സേജുകളിലുമാണ് കാസപ്പിന്റെ പദ്ധതിയെക്കുറിച്ച് സൂചനയുള്ളത്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് കാസപ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാഷ്ട്രീയപരമായ അക്രമങ്ങൾ നടത്താൻ പണം കണ്ടെത്താനും അതിലൂടെ സ്വാതന്ത്ര്യം നേടാനും വേണ്ടിയുള്ള ആദ്യ പടിയായിരുന്നു മാതാപിതാക്കളുടെ ഇരട്ട കൊലപാതകമെന്ന് നിയമനിർവഹണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഫെബ്രുവരി 11-നാണ് കാസപ്പിന്റെ അമ്മ ടാറ്റിയാന കാസപ്പും രണ്ടാനച്ഛൻ ഡൊണാൾഡ് മേയറും കൊല്ലപ്പെട്ടത്. കാസപ്പ് സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് വെൽഫെയർ ചെക്കിങ്ങിനായി വാക്കേഷ കൗണ്ടി ഷെരീഫ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ ഫെബ്രുവരി 28-നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ മൃതദേഹങ്ങൾ ജീർണിച്ച നിലയിലായിരുന്നു എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുക്കളയ്ക്ക് സമീപം തുണികളുടെയും പുതപ്പുകളുടെയും അടിയിലാണ് അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിൽ വെടിയേറ്റ പാടുകളുണ്ടായിരുന്നു. രണ്ടാനച്ഛന്റെ മൃതദേഹം വീടിന്റെ ഓഫീസിലാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ തലക്കും വെടിയേറ്റിരുന്നു. എന്തായിരുന്നു നികിത കാസപ്പിന്റെ പദ്ധതി എന്ന് വിശദമായി അറിയാം. WISN റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഫെഡറൽ അഫിഡവിറ്റിൽ കാസപ്പിന്റെ ഫോണിൽ നിന്ന് ദി ഓർഡർ ഓഫ് 9 ഏഞ്ചൽസ് എന്ന സംഘത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയോ നാസി വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടമാണ് ഇതെന്ന് പറയപ്പെടുന്നു. പ്രസിഡന്റിനെ വധിക്കാനുള്ള നീക്കങ്ങൾ, ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ഉണ്ടായിരുന്നു. ട്രംപിനെ വധിക്കുന്നത് രാഷ്ട്രീയപരമായ കുഴപ്പമുണ്ടാക്കാനും വെളുത്ത വർഗത്തെ രക്ഷിക്കാനും സഹായിക്കുമെന്ന് വ്യക്തമാക്കുന്ന 3 പേജുള്ള രേഖയും FBI കണ്ടെത്തിയിട്ടുണ്ട്. ഹിറ്റ്ലറുടെ ചിത്രങ്ങളും ഹിറ്റ്ലറെ പ്രശംസിക്കുന്ന വാക്കുകളും രേഖയിൽ അടങ്ങിയിട്ടുണ്ട്. ഡ്രോൺ ആയുധമാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള ചിത്രങ്ങളും നിർദ്ദേശങ്ങളും കാസപ്പിൽ നിന്ന് കണ്ടെത്തിയതായി FBI വ്യക്തമാക്കുന്നു. കാസപ്പ് തന്റെ പദ്ധതി നടപ്പാക്കാൻ ഡ്രോണും സ്ഫോടക വസ്തുക്കളും വാങ്ങാൻ പണം കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെട്ട ഡൊണാൾഡ് മേയറുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളുടെ ചിത്രങ്ങളും ബാങ്ക് അക്കൗണ്ടിന്റെ ലോഗിൻ വിവരങ്ങളും അധികൃതർ കാസപ്പിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തി. കാസപ്പ് യുക്രൈനിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇത്രയും തെറ്റുകൾ ചെയ്തത് താനാണെന്ന് കണ്ടെത്തിയാലും യുക്രൈനിൽ തനിക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമോ എന്ന് കാസപ്പ് ടെലിഗ്രാമിൽ സന്ദേശം അയച്ചതായാണ് അധികൃതർ കണ്ടെത്തിയത്. തന്റെ പദ്ധതികളെക്കുറിച്ച് നികിത കാസപ്പ് സഹപാഠിയോട് പറഞ്ഞ കാര്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവന്നു. ഭയപ്പെടുത്തുന്ന വീഡിയോകൾ കാസപ്പ് അയക്കാറുണ്ടെന്നൊരു സഹപാഠി വെളിപ്പെടുത്തിയതായി ഫെഡറൽ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിന്റെയും ഭീകരതയുടെയും ചിത്രങ്ങൾ റഷ്യൻ പാട്ടുകളുടെ പശ്ചാത്തലത്തിൽ ചേർത്താണ് കാസപ്പ് അയച്ചിരുന്നത്. മാതാപിതാക്കളെ വെടിവെച്ച് കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെന്നും എന്നാൽ തോക്ക് കിട്ടാനില്ലെന്നും കാസപ്പ് നേരത്തെ പറഞ്ഞിരുന്നു. തോക്ക് കൈവശമുള്ള ഒരാളുമായി കൂട്ടുകൂടി തോക്ക് മോഷ്ടിക്കാനായിരുന്നു പദ്ധതി. US സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും പ്രസിഡന്റ് ട്രംപിനെ വധിക്കുന്നതിനും വേണ്ടി റഷ്യയിലെ ഒരാളുമായി ടെലിഗ്രാമിലൂടെ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും 10 സ്ഥലങ്ങളിൽ ഒരേ സമയം ആക്രമണം നടന്നതായി വാർത്ത കണ്ടാൽ അത് ചെയ്തത് താനായിരിക്കുമെന്നും കാസപ്പ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. കോടതി രേഖകൾ പ്രകാരം കാസപ്പിനെതിരെ വിസ്കോൺസിനിൽ 9 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വാക്കേഷ കൗണ്ടിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ 2 കൊലപാതക കുറ്റങ്ങളും മൃതദേഹങ്ങൾ ഒളിപ്പിച്ചതിനുള്ള കുറ്റങ്ങളുമാണ് എന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാന തലത്തിലുള്ള കുറ്റങ്ങൾക്ക് പുറമെ ഫെഡറൽ അന്വേഷണ ഉദ്യോഗസ്ഥർ 3 കുറ്റകൃത്യങ്ങൾ കൂടി കാസപ്പിന് മേൽ ചുമത്തിയിട്ടുണ്ട്. US പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിക്കുക, ഗൂഢാലോചന നടത്തുക, അപകടകരമായ ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നിവയാണ് ഈ കുറ്റകൃത്യങ്ങൾ. ഏപ്രിൽ 9-ന് പ്രാഥമിക വിചാരണയ്ക്ക് വിധേയനായ കാസപ്പ് ഇതുവരെ കുറ്റങ്ങൾ സമ്മതിച്ചിട്ടില്ല. മെയ് 7-നാണ് അടുത്ത കോടതി നടപടികൾ നടക്കുന്നത്.